കൂട്ടുകാരെ, എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിന് കൈറ്റ് പിക്ചേഴ്സിൽ സോഷ്യൽ സയൻസ് ആയിരുന്നു. എല്ലാവരും ക്ലാസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. നമുക്കെന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് വിശകലനം ചെയ്യാം അല്ലേ. ആദ്യം തന്നെ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് പിൽക്കാല വേദകാലത്തെക്കുറിച്ചാണ്. ലേറ്റർ വേദിക് പീരീഡ്. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം പിൽക്കാല വേദകാലം എന്നറിയപ്പെടുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം പിൽക്കാല വേദകാലം എന്നറിയപ്പെടുന്നു. The period of human life described in the Samaveda, Yajurveda and Atharvaveda is known as the later Vedic period. പിന്നീട് ടീച്ചർ പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഗംഗാ സമതലത്തെക്കുറിച്ചാണ്. ഗാൻജറ്റിക് പ്ലെയിൻ. ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശമാണ് ഗംഗാ സമതലം. The Gangetic Valley is the area surrounding river Ganga. ഇത് നമുക്കറിയാമല്ലോ, കൂട്ടുകാർക്കറിയാം. ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശമാണ് ഗംഗാ സമതലം. പിന്നീട് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ആര്യന്മാർ ഗംഗാ സമതലത്തിലേക്ക് എത്തിച്ചേർന്നതിനുള്ള കാരണങ്ങളാണ്. ദ മെയിൻ റീസൺസ് ഫോർ ദ മൈഗ്രേഷൻ ഓഫ് ദ ആര്യൻസ് ടു ദ ഗാൻജറ്റിക് പ്ലെയിൻ. ഒന്നാമത്തെ കാരണം എന്തായിരുന്നു? ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ, കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ട്രൈബ്സ് അല്ലെ. ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ, കന്നുകാലികളെ മീച്ചിരുന്ന ഒരു കൂട്ടത്തെയാണ് ഗോത്രം എന്ന് അറിയപ്പെടുന്നത്. പുതിയ ഗോത്രങ്ങളുടെ ഉത്ഭവം, എമർജൻസ് ഓഫ് ന്യൂ ട്രൈബ്സ്, ജനസംഖ്യാ വർധനവ്, ഗ്രോത്ത് ഇൻ പോപ്പുലേഷൻ. കൂട്ടുകാരി, 3 കാരണങ്ങളായിരുന്നു ആര്യന്മാർ ഗംഗാ സമതലത്തിലേക്ക് എത്തിച്ചേർന്നതിനുള്ള കാരണങ്ങൾ. കൂട്ടുകാരി, ഈ ചിത്രം നോക്കൂ. ഗംഗാ നദി വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളുടെ പേരുകളൊന്ന് പറയൂ. ഗംഗാ നദി എവിടെയെല്ലാമാണ് വ്യാപിച്ചു കിടക്കുന്നത്? നോക്കൂ, ഈ 2 മാപ്പ് നോക്കി പറയൂ. എവിടെയൊക്കെയാണ്? ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലേക്ക് ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നു. ഗംഗാ സമതലത്തിൻ്റെ പ്രത്യേകതകൾ. ദ ഫീച്ചേഴ്സ് ഓഫ് ഗാൻജറ്റിക് പ്ലെയിൻ. എന്തൊക്കെയാണ് ഗംഗാ സമതലത്തിൻ്റെ പ്രത്യേകതകൾ? ഡെൻസ് ഫോറസ്റ്റ്, വൻമരങ്ങൾ നിറഞ്ഞ കാടുകൾ. ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ, ഫലഭൂഷ്ടമായ എക്കൽ മണ്ണ്. പ്ലെന്റി ഓഫ് റെയിൻ, സമൃദ്ധമായ മഴ. ഈ 3 കാരണങ്ങളാണ്, ഇത് 3ഉമാണ് ഗംഗാ സമതലത്തിൻ്റെ പ്രത്യേകതകൾ. ഒന്നും കൂടി പറയാം. വൻമരങ്ങൾ നിറഞ്ഞ കാടുകൾ, ഫലഭൂഷ്ടമായ എക്കൽ മണ്ണ്, സമൃദ്ധമായ മഴ. ഡെൻസ് ഫോറസ്റ്റ്, ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ, പ്ലെന്റി ഓഫ് റെയിൻ. ഇനി നമുക്ക് നൽകിയിട്ടുള്ളത് ഒരു പ്രവർത്തനമായിരുന്നു. ഇന്ന് നമ്മൾ കൃഷിക്കും മരങ്ങൾ മുറിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ആയുധങ്ങളും ഏത് ലോഹം കൊണ്ട് നിർമ്മിച്ചവയാണ്? വിച്ച് ഈസ് ദ മെറ്റൽ വി യൂസ് ടു മേക്ക് ദ ടൂൾസ് യൂസ്ഡ് ഫോർ ഫെല്ലിംഗ് ട്രീസ് ആൻഡ് പ്ലോവിംഗ് ലാൻഡ്? കൂട്ടുകാർക്ക് ഇതിനുത്തരം അറിയാമോ? അയൺ, ഇരുമ്പാണ് അതിൻ്റെ ഉത്തരം. അയൺ, ഇരുമ്പ്. ഇന്ന് നമ്മൾ കൃഷിക്കും മരങ്ങൾ മുറിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ആയുധങ്ങളും ഇരുമ്പ് എന്ന ലോഹം കൊണ്ട് നിർമ്മിച്ചവയാണ്. ഇരുമ്പ് കൊണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനമാണ്. ചെമ്പ്, വെങ്കലം എന്നിവയിൽ നിന്ന് ഇരുമ്പിനുള്ള വ്യത്യാസം എന്താണ്? ഹൗ ഈസ് അയൺ ഡിഫറെൻറ്റ് ഫ്രം കോപ്പർ ആൻഡ് ബ്രോൺസ്? ചെമ്പ്, വെങ്കലം എന്നിവയിൽ നിന്ന് ഇരുമ്പിനുള്ള വ്യത്യാസം എന്താണ്? കൂട്ടുകാർക്ക് അറിയാമല്ലോ. എന്താണ് വ്യത്യാസം? അയൺ വാസ് ഹാർഡർ ദാൻ കോപ്പർ ആൻഡ് ബ്രോൺസ്. ഇരുമ്പ് ചെമ്പിനേക്കാളും വെങ്കലത്തേക്കാളും കാഠിന്യമുള്ളതാണ്. ഇരുമ്പ് ചെമ്പിനേക്കാളും വെങ്കലത്തേക്കാളും കാഠിന്യമുള്ളതാണ്. ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തോടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ചേഞ്ചസ് ഹാപ്പൻഡ് ആഫ്റ്റർ ദ ഇൻവെൻഷൻ ഓഫ് അയൺ. ഉറപ്പുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കി. മെയ്ഡ് ഹാർഡർ വെപ്പൺസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ്. കാടുകൾ വെട്ടിത്തെളിച്ചു. ക്ലിയർ ദ ജംഗിൾസ്. പിന്നെയോ കലപ്പകൾ ഉപയോഗിച്ച് നിലമുഴുതു. ദേ യൂസ്ഡ് അയൺ പ്ലോസ് ഫോർ ടില്ലിംഗ് ഹാർഡ് സോയിൽ. കൃഷി മുഖ്യ തൊഴിലായി മാറി. അഗ്രികൾച്ചർ ബിക്കെയിം ദ പ്രൈം ഓക്യുപ്പേഷൻ. 4 മാറ്റങ്ങളാണ് ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തോടെ ഉണ്ടായത്. 1. ഉറപ്പുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കി. മെയ്ഡ് ഹാർഡർ വെപ്പൺസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ്. കാടുകൾ വെട്ടിത്തെളിച്ചു. ക്ലിയർ ദ ജംഗിൾസ്.
കലപ്പകൾ ഉപയോഗിച്ച് നിലം ഉഴുതു. ദേ യൂസ്ഡ് iron plows for tilling hard soil. കൃഷി മുഖ്യ തൊഴിലായി മാറി. അഗ്രികൾച്ചർ became the prime occupation. ഇനി നമ്മൾ പഠിക്കുന്നത് ഇരുമ്പ് യുഗം. അയൺ ഏജ് എന്താണെന്നാണ്. ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടം ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്നു. The period in which iron implements and tools were used is known as the Iron Age. The period in which iron implements and iron tools were used is known as the Iron Age. ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടം ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്നു. നമ്മൾ ഇതിനു മുമ്പ് ശിലായുഗം പരിചയപ്പെട്ടല്ലോ. അതെങ്ങനെയായിരുന്നു? ശില കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടമാണ് ശിലായുഗം. അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടം ഇരുമ്പ് യുഗം. ഓക്കെ, ഇരുമ്പ് യുഗം അയൺ ഏജ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്തത് ഒരു ചോദ്യമാണ്. ഗംഗാ സമതലത്തിലെ സാഹചര്യങ്ങൾ കൃഷിക്ക് എത്രമാത്രം അനുകൂലമായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എഴുതുക. How far were the conditions in the Gangetic Plain favorable for agriculture? Write down your opinion. Fertile soil and plentiful rains were the special features of the Gangetic Plain. ഫലഭൂഷ്ടമായ മണ്ണും ധാരാളം മഴയുമാണ് ഗംഗാ സമതലത്തിൻ്റെ പ്രത്യേകതകൾ. കൂട്ടുകാരെ, നമുക്കറിയാം ആ രണ്ട് കാര്യങ്ങളും കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് അല്ലേ? ഫലഭൂഷ്ടമായ മണ്ണും ധാരാളം മഴയും കൃഷിക്ക് അനുകൂലമാണ്. അടുത്തതായി പറയുന്നത് കന്നുകാലി വളർത്തലിൽ നിന്ന് കൃഷിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഫലങ്ങളാണ്. The major impacts of the shift from cattle rearing to agriculture. കന്നുകാലി വളർത്തലിൽ നിന്ന് കൃഷിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഫലങ്ങൾ. സ്ഥിരവാസം ആരംഭിച്ചു. ബിഗിനിങ് ഓഫ് സെറ്റിൽഡ് ലൈഫ്. അവർ സ്ഥിരവാസം ആരംഭിച്ചു. കാർഷികോൽപാദനം വർദ്ധിച്ചു. ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. കൃഷി പിന്നീട് അവരുടെ പ്രധാന തൊഴിലായി മാറിയല്ലോ. അപ്പോൾ അവിടെ കാർഷികോൽപാദനം വർദ്ധിച്ചു. അവർക്ക് മിച്ചം വന്ന ഉൽപ്പന്നങ്ങളായി ഇവർ കൈമാറ്റം ചെയ്തു. എക്സ്ചേഞ്ച് ഓഫ് സർപ്ലസ് പ്രൊഡക്ട്സ്. അപ്പോൾ 3 കാര്യങ്ങളാണ് മാറ്റത്തിൻ്റെ ഫലങ്ങളായിട്ടുള്ളത്. ബിഗിനിങ് ഓഫ് സെറ്റിൽഡ് ലൈഫ്, ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ഓഫ് സർപ്ലസ് പ്രൊഡക്ട്സ്. സ്ഥിരവാസം ആരംഭിച്ചു. കാർഷികോൽപാദനം വർദ്ധിച്ചു. മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു. ഇനിയും നമുക്കൊരു പ്രവർത്തനമാണ് നൽകിയിട്ടുള്ളത്. ഗംഗാ സമതലത്തിലെ മനുഷ്യ ജീവിതത്തിൽ ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തവും ഉപയോഗവും ഉണ്ടാക്കിയ മാറ്റങ്ങൾ ചർച്ച ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. Discuss the changes in human life brought about by the invention of iron and iron implements along the Gangetic Plain. ഗംഗാ സമതലത്തിലെ മനുഷ്യ ജീവിതത്തിൽ ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തം, അയണിൻ്റെ കണ്ടുപിടുത്തവും ഉപയോഗവും ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. The Gangetic Plain was rich in iron ore deposit. With the invention of the iron, the people of Gangetic Plain made harder weapons and implements with which they could easily clear the jungles. They used iron plows for tilling hard soil. ഗംഗാ സമതലത്തിൽ ഇരുമ്പായുടെ നിക്ഷേപം ധാരാളം ഉണ്ടായിരുന്നു. ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തോടെ ഉറപ്പുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ ആരംഭിച്ചു. കാടുകൾ വെട്ടിത്തെളിച്ചു. കലപ്പകൾ ഉപയോഗിച്ച് നിലമുഴുതു. കൃഷി മുഖ്യ തൊഴിലായി മാറി. പിന്നീട് പറയുന്നത് ചാതുർവർണ്ണത്തെക്കുറിച്ചാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ 4 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയുള്ള ഈ വിഭജനം ചാതുർവർണ്ണ്യം എന്ന് അറിയപ്പെട്ടു. Chaturvarnya, the society got divided into 4 based on occupations: the Brahmins, the Kshatriyas, the Vaishyas and the Shudras. This stratification is known as ചാതുർവർണ്ണ്യ. അപ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ജോലിയുടെ അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന 4 വിഭാഗങ്ങളായിട്ട് അവരെ തിരിച്ചു. അതിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഇതാണ് ആ 4 വിഭാഗങ്ങൾ. ഓർത്ത് വയ്ക്കണം, ഈ 4 വിഭാഗങ്ങൾ: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഈ വിഭജനം അറിയപ്പെടുന്നത് ചാതുർവർണ്ണ്യം എന്നിങ്ങനെയാണ്. ഈ വിഭജനം അറിയപ്പെടുന്ന പേരാണ് ചാതുർവർണ്ണ്യ. ഇവർ 4 വിഭജിക്കപ്പെട്ട വിഭാഗങ്ങളാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഋഗ്വേദകാലത്തെയും പിൽക്കാല വേദകാലത്തെയും ചില പ്രത്യേകതകൾ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. അവ ഏത് കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതുക. ഇത് നമുക്ക് നോക്കാം. കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ചു.
അപ്പോൾ പ്രത്യേകതകൾ ഋഗ്വേദകാലം, പിൽക്കാല കാലം എന്നിങ്ങനെ 2 കോളമാക്കി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ നോക്കാം. കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ചു. നമുക്കറിയാമല്ലോ പിൽക്കാല കാലത്തിലാണ്, അതായത് ലേറ്റർ വേദിക് പീരീഡിലാണ് കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ചത്. ഋഗ്വേദ കാലത്തിൽ അവരുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് കന്നുകാലി വളർത്തലായിരുന്നു, അല്ലെ, കാറ്റിൽ റിയറിംഗ് ആയിരുന്നു അവരുടെ പ്രധാന തൊഴിൽ. പിൽക്കാല വേദകാലത്തിലെത്തിയപ്പോഴാണ് അവർ കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ചത്. പിന്നെ യാഗങ്ങൾ വ്യാപകമായത് പിൽക്കാല വേദകാലത്തിലാണ്. പിന്നെ ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു. പിൽക്കാല വേദകാലത്തിലാണ് ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചത്. ഋഗ്വേദ കാലത്തിൽ ഉപയോഗിച്ചിരുന്നത് വെങ്കലം കൊണ്ടും ചെമ്പ് കൊണ്ടും നിർമ്മിച്ചതായിരുന്നു. കാല് വളർത്തലായിരുന്നു മുഖ്യ തൊഴിൽ. നമ്മൾ പറഞ്ഞല്ലോ ഋഗ്വേദ കാലത്തിൻ്റെ മുഖ്യ തൊഴിലായിരുന്നു കാല് വളർത്തൽ. സ്ഥിരവാസം ഉറപ്പിച്ചത് പിൽക്കാല വേദകാലത്തിലാണ്. ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ ദേവന്മാരെ ആരാധിച്ചു. അത് ഋഗ്വേദ കാലത്തിലാണ് ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ ദേവന്മാരെ ആരാധിച്ചത്. ചായം തേച്ച് ചാരം നിറപാത്രങ്ങൾ ഉപയോഗിച്ചു. പിൽക്കാല വേദകാലത്തിലാണ് ചായം തേച്ച് ചാരപാത്രങ്ങൾ ഉപയോഗിച്ചത്. Some features of Rigvedic and later Vedic period are given below. Read them carefully and write down the relevant period in the space provided. ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. ഋഗ്വേദിക്, ലേറ്റർ വേദിക് പീരീഡ് എന്നിങ്ങനെ 2 കോളങ്ങളാക്കി തിരിച്ചിട്ടുമുണ്ട്. അഗ്രികൾച്ചർ ബിക്കെയിം ദ ചീഫ് ഓക്യുപ്പേഷൻ. ലേറ്റർ വേദിക് പീരീഡിലാണ് അഗ്രികൾച്ചർ ബിക്കെയിം ദ ചീഫ് ഓക്യുപ്പേഷൻ. യാഗാസ് ബിക്കെയിം പ്രിവലന്റ് ലേറ്റർ വേദിക് പീരീഡിലാണ്. അയൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് വർ യൂസ്ഡ്. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത് ലേറ്റർ വേദിക് പീരീഡിലാണ്. കാറ്റൽ റണ്ണിംഗ് വാസ് ദ മെയിൻ ഓക്യുപ്പേഷൻ. കന്നുകാലി വളർത്തൽ മുഖ്യ തൊഴിലായത് ഋഗ്വേദിക് പീരീഡിലാണ്. ബിഗാൻ സെറ്റിൽഡ് ലൈഫ്. സ്ഥിരവാസം ഉറപ്പിച്ചത് ലേറ്റർ വേദിക് പീരീഡ്, പിൽക്കാല വേദകാലത്തിലാണ്. ഗോഡ്സ് ലൈക്ക് ഇന്ദ്ര ആൻഡ് വരുണ were worshipped Rigvedic period. Painted grave weirs were used later Vedic period. ഇനി നമുക്ക് നൽകിയിട്ടുള്ളത് ഒരു തുടർ പ്രവർത്തനമാണ്. ഋഗ്വേദ കാലത്തെയും പിൽക്കാല വേദകാലത്തെയും ജനജീവിതം താരതമ്യം ചെയ്യുക. കമ്പയർ ദ കോൺട്രാസ്റ്റ് ദ സോഷ്യൽ ലൈഫ് ഓഫ് ദ ഋഗ്വേദിക് പീരീഡ് വിത്ത് ദാറ്റ് ഓഫ് ദ ലേറ്റർ വേദിക് പീരീഡ്. അപ്പം കൂട്ടുകാരെ ഇതിനുത്തരം നമുക്ക് നോക്കാം, അല്ലേ? ആദ്യം തന്നെ നമുക്ക് ഋഗ്വേദിക് പീരീഡിനെ നോക്കാം. ഡ്യൂറിങ് ദ ഋഗ്വേദിക് പീരീഡ് പീപ്പിൾ വർ ഇൻട്രസ്റ്റഡ് ഇൻ റിയറിംഗ് കാറ്റിൽ. കാറ്റൽ റിയറിംഗ് വാസ് ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ are also engaged in agriculture. Barley was the main crop. They used tools made with copper and bronze. ഋഗ്വേദ കാലഘട്ടത്തിൽ കന്നുകാലികളെ വളർത്തുന്നത് ജനങ്ങളുടെ പ്രധാന തൊഴിലായിരുന്നു. ആളുകൾ കാർഷിക മേഖലയിലും ഏർപ്പെട്ടിരുന്നു. ബാർലി ആയിരുന്നു പ്രധാന വിള. ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടുമായിരുന്നു ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്നത്. ഇനി നമുക്ക് ലേറ്റർ വേദിക് പീരീഡ് നോക്കാം. പിൽക്കാല വേദകാലം. In later Vedic period, agriculture became the chief occupation. People used tools made with iron. People began settled life. Painted grave weirs were used. People began to exchange surplus products. It was the beginning of trade. പിൽക്കാല വേദകാലത്തിൽ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. ജനങ്ങൾ സ്ഥിരവാസം ആരംഭിച്ചു. ചാരം തേച്ച് ചാരം നിറപാത്രങ്ങൾ അവർ ഉപയോഗിച്ചു. മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു. കച്ചവടത്തിൻ്റെ തുടക്കമായിരുന്നു ഇത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.